Director Shyam Prasad's English songs ഞാൻ ആദ്യം പ്ലേ ചെയ്യാണ്. I love these songs, sir. So for song number 1, താരമേ 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 താഴ്ന്നിറങ്ങി വരുമോ. താഴെ നിൽക്കാത്ത താരങ്ങളെ കണ്ടിട്ടുണ്ടോ? അല്ല, താരത്തിന്റെ ഒരു നാച്ചുറൽ റൈറ്റ് ആണ് കുറച്ച് മുകളിൽ പോയി നിൽക്കുക എന്നുള്ളത്. ഇറ്റ്സ് ഓക്കെ. സോ യു കാന്റ് ഇൻസിസ്റ്റ് ദാറ്റ് ദേ ഷുഡ് ബി ഓൺ ദ ഗ്രൗണ്ട്. പക്ഷേ ഭൂമിയായിട്ട് കണക്ഷൻ വിടാത്ത ഒരുപാട് ആക്ടേഴ്സിനൊക്കെ, ഒരുപാട് താരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. നില മറക്കരുതട എന്നൊക്കെ ഇത്തരം ഇൻഡസ്ട്രീസിൽ പറയാറുണ്ട്. പക്ഷെ താരം സത്യത്തിൽ എവിടെയാണ് നിൽക്കേണ്ടത്? നിലത്താണ് നിൽക്കേണ്ടത്, മുകളിലാണ്? നില മറക്കരുതെന്ന് പറയുന്നത് അതിനെ പറ്റിയല്ല. ഡോണ്ട് ഫോർഗെറ്റ് യുവർ പാസ്റ്റ് എന്നുള്ള രീതിയിലാണ്. വാസ്തവത്തിൽ താഴെയും മുകളിലുള്ളത് ഭൂമിയായിട്ടുള്ള കണക്ഷൻ ഇല്ലെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ നിന്നൊന്നും പഠിക്കാൻ പറ്റില്ല. ആ കണക്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സർക്ക് താരം എന്ന് വിളിക്കാൻ തോന്നിയിട്ടുള്ള ഒരു നടനാരാ? എനിക്ക് പൊതുവെ താരാരാധന ഇല്ലാത്ത ഒരാളാണ്. ആരെ കുറിച്ചും തോന്നിയിട്ടില്ല. ഐ എം സോ സോറി. ഹൂ ഇസ് താരം ഫോർ യു? അതായത് വാട്ട് ഇസ് താരം ഫോർ യു? ഒരാളെ താരം എന്ന് വിളിക്കണമെങ്കിൽ ഐ തിങ്ക് റഹ്മാൻ ഈസ് എ താരം ഫോർ മീ. എ ആർ റഹ്മാൻ. പ്രോബ്ലി ഇന്ത്യൻ മേക്കേഴ്സിൽ സത്യജിത് റേ ഈസ് എ താരം ഫോർ മീ. എന്തുകൊണ്ടാണ് എ ആർ റഹ്മാൻ സത്യജിത് റേ എന്ന് പറയുന്നത്? എ ആർ റഹ്മാൻ ഈസ് സംബഡി ഹൂ ഈസ് ഏബിൾ ടു ബ്രിഡ്ജ് ക്വാളിറ്റി വർക്ക് and popularity, which is something I dream of. കാരണം സ്വയം കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഏറ്റവും പോപ്പുലർ ആവുന്നതിനുള്ള ഏതോ ഒരു ഗിഫ്റ്റ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ് ഗിവൻ ഗിഫ്റ്റ്സ് ടു ആർട്ടിസ്റ്റ് ആൻഡ് ഓൾ ദാറ്റ്, ബട്ട് വിത്ത് റഹ്മാൻ ഐ എം സംടൈംസ് ടെംപ്റ്റഡ് ടു ബിലീവ് ദാറ്റ് ദർ ഇസ് സം സൂപ്പർ ഡിസൈൻ വർക്കിംഗ് ഓൺ ഹിം. ആൻഡ് വൈ സത്യജിത് റേ? ഇന്ത്യൻ ഫിലിം മേക്കിംഗ് ഏറ്റവും ഒരു ശൈശവ ദിശയിലായിരുന്ന സമയത്താണ് പഥേർ പാഞ്ചാലി പോലെ അല്ലെങ്കിൽ അപുത്രയം പോലുള്ള അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള സിനിമ ഉണ്ടാക്കിയത്. ആൻഡ് ഹി പ്രൂവ്സ് അഗൈൻ ആൻഡ് അഗൈൻ ദാറ്റ് ഇറ്റ്സ് നോട്ട് ദ റിസോഴ്സസ്, ഇറ്റ്സ് നോട്ട് ദ ടെക്നോളജി, അതൊന്നും അല്ല. അൾട്ടിമേറ്റ്ലി ആ ട്രൂത്തിനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് അയാളെ പഥേർ പാഞ്ചാലി വിശ്വോത്തര സൃഷ്ടിയാക്കിയത്. ദാറ്റ് ആസ്പെക്ട് ഐ റിഗാർഡ് ഹിം വെരി മച്ച്. ആൻഡ് പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൗണ്ട്സിൽ ചോദിക്കുകയാണെങ്കിൽ ഒരു സിനിമ പിടിക്കണമെങ്കിൽ സിനിമ പഠിക്കണം. ഓ ഡെഫിനറ്റ്ലി. പ്രത്യേകിച്ച് സിനിമ ഡയറക്ഷൻ എന്ന് പറയുന്നത് എത്ര ചാലഞ്ചിങ് ആയിട്ടുള്ള വർക്കാണ്. എല്ലാ ആസ്പെക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം. യു ഹാവ് ടു ബി ഒരു വളരെ പ്രസിദ്ധമായ സേയിങ് ആണ്, ഡയറക്ടർ ഹാസ് ടു ബി എ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആൻഡ് എ മാസ്റ്റർ ഓഫ് നൺ എന്നുള്ളത്. വെറുതെ ക്യാമറ അവിടെ വെക്കും ഇവിടെ വെക്കും എന്ന് പറയുന്നതല്ല ഡയറക്ഷൻ. അല്ലെങ്കിൽ ഒരു DSLR ക്യാമറ ഉള്ളതുകൊണ്ട് ഡയറക്ടർ ആവുന്നതല്ല, വിച്ച് ഇസ് എ ഷെയിം ആക്ച്വലി. ഇന്ന് വളരെയധികം നടന്നു വരുന്നതാണ്. ശ്യാമപ്രസാദിനെ താരമാക്കുന്നത് എന്താണ്? ഞാനൊരു താരമൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. യു ആർ എ സ്റ്റാർ ഡയറക്ടർ അൾട്ടിമേറ്റ്ലി. ഐ തിങ്ക് ഇറ്റ്സ് എ സർട്ടൻ കണക്ട് വിത്ത് ഓഡിയൻസ്, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ഐ ഷുഡ് സേ. വലിയൊരു മാസം അല്ലെങ്കിൽ തന്നെയും തീർച്ചയായും അവരെന്നിൽ എൻ്റെ വർക്കിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അവരെ ലെറ്റ് ഡൗൺ ചെയ്യില്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ടു സം എക്സ്റ്റെന്റ് ഐ എം ഏബിൾ ടു ഡെലിവർ അഗൈൻ ആൻഡ് അഗൈൻ. എല്ലാവരും താരങ്ങളാണ്, പക്ഷെ എന്നാൽ ആരും താരമല്ല. സോ ലെറ്റ്സ് ഗോ ഫോർ ദാറ്റ് സോങ്, അല്ലേ സർ? യെസ്. താരമേ താരമേ താഴ്ന്നിറങ്ങി വരുമോ. I'm Shyam Prasad on Club FM Star Jam Show. Star Jam with RJ Sean. Awards do matter. Well, not these days. I mean, the awards has been dastardized by everybody. TV channels and private awards and even the state awards and national awards. It has been dastardized so much. So, it doesn't really matter. അതിൻ്റെ ഒരു വാല്യൂ സമൂഹത്തിനോ ഫിലിം മേക്കിങ്ങിൽ തന്നെ ഉണ്ടോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. അപ്പോൾ അവാർഡ് എന്നുള്ള ട്രോഫി ശ്യാം പ്രസാദിന് അമൂല്യമാവുന്നത് എപ്പോഴാണ്? കരിയറിന്റെ തുടക്കത്തിലൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു അത്. I think പിന്നെ you are one of the few directors who has won so many awards. Yeah, I have won several. Award committee, നാഷണൽ അവാർഡ് ജൂറിയിലൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ഐ വാസ് എ പാർട്ടിസിപ്പൻറ്റ്. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് ഇത് എങ്ങനെയാണത്. ലൈക്ക് ഐ എം നോട്ട് സെയിങ് ദറ്റ് അതിനകത്ത് ഏതെങ്കിലും കള്ളക്കളികൾ നടക്കുന്നോ. ഡൈല്യൂഷൻ ഉണ്ടോ? ഡൈല്യൂഷൻ ഉണ്ടാവുന്ന എങ്ങനെയാണത്? അത് ആരെങ്കിലും അത് ലോബി ചെയ്തിട്ടൊന്നുമല്ല. ഇഫ് ദ വെരി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ജൂറി, ദ ക്വാളിറ്റി ഓഫ് ദ ജൂറി ഈസ് സോ ബാഡ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഞാൻ ഉണ്ടായിരുന്ന ജൂറി, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതിൻ്റെ ജൂറി ചെയർമാൻ എന്ന് പറയുന്നത് ഒരു 70 കഴിഞ്ഞിട്ടുള്ള ഒരു പഴയ കർണാടക സൂപ്പർ സ്റ്റാർ ഹീറോയിൻ ആയിരുന്നു. ഷീ ഹാസ് നോ ഐഡിയ വാട്ട് ഈസ് ദ ന്യൂ ഫിലിം. അബ്സല്യൂട്ട്ലി നോ ഐഡിയ. അതെങ്ങനെ പിന്നെ ആക്കുന്നത്? അതങ്ങനെ ആക്കുന്നത് വെച്ചാൽ അതൊക്കെ ഒരു സെറമോണിയൽ ഇതാണ്. കുറേ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ 14 പേരോ മറ്റുള്ള ജൂറിയിൽ ഏകദേശം ഒരു 7-8 പേര് പല സ്ഥലങ്ങളിൽ നിന്നുള്ള സോഷ്യൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ, ജേർണലിസ്റ്റുകൾ, അങ്ങനെയൊക്കെയാണ് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ സിനിമയുടെ ഒരു പുതിയ സെൻസിബിലിറ്റി എന്താണ്, ലോക സിനിമ എന്താണ് സംഭവിക്കുന്നത്, ഇതിനെക്കുറിച്ച് യാതൊരു ഗന്ധമില്ലാത്ത ആൾക്കാരാണ്. ഓൺലി 2 or 3 people are really deserving to be in the jury. ഇത് നാഷണൽ സ്റ്റേറ്റിലൊക്കെ ഒരേ സ്ഥിതിയാണ്. ഇതെല്ലാം ഒരേ സ്ഥിതിയാണ്. ഐ തിങ്ക് സ്റ്റേറ്റ് കുഡ് ബി വേഴ്സ്. ഓൺ ദാറ്റ് കോണ്ടെക്സ്റ്റ് ഒരു അവാർഡ് തരുന്നതിലോ മേടിക്കുന്നതിലോ അർത്ഥമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതെല്ലാം ഒരു തരം ഡാസ്റ്റർഡൈസ്ഡ് ആയി, എല്ലാം ഒരു അതിന്റെ വില കുറഞ്ഞിട്ട് ഒരു പ്രഹസനം മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ഓസ്കർ
എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ? യുനോ Yeah. ഒരു മേക്കേഴ്സ് ഡ്രീം ആണ് ഓസ്കർ എന്ന് കേട്ടു. ഡെഫിനറ്റ്ലി ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള റെക്കഗ്നിഷൻ എന്നുള്ള രീതിയിലും കുറേം കൂടി ശാസ്ത്രീയമായിട്ടുള്ള പരിഗണന കിട്ടുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലും. പക്ഷേ അതിന് ഒരുപാട് തടസ്സങ്ങളില്ലേ. ലൈക്ക് യു ഹാവ് ടു മേക്ക് എ ഫിലിം വിച്ച് ഈസ് റിലീസ്ഡ് ഇൻ US അറ്റ്ലീസ്റ്റ് ഫോർ 1 week ഇൻ മെയിൻ സ്ട്രീം തിയേറ്റേഴ്സ്. റൈറ്റ്. അങ്ങനെയൊക്കെയുള്ള കുറേ നിബന്ധനകളുടെ ഇതുണ്ട്. സോ ഐ ഡോണ്ട് നോ. പിന്നെ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഇവിടുന്ന് പോകുന്ന സിനിമകളെ കുറിച്ച് എനിക്കറിയില്ല ആരാണ് സെലക്ട് ചെയ്യുന്നത്, എന്താണ് അതിലും അഭിപ്രായമില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് യു നോ വാട്ട് വി സെൻഡ് ദേർ ഈസ് സംടൈംസ് റിയലി നോട്ട് വർത്തി. ആ സമയത്ത് തോന്നാറുണ്ട് സാർ, ഇന്ത്യ പ്രതിനിധീകരിക്കേണ്ട ചിത്രമാണല്ലോ ഓസ്കറിലേക്ക് പോകേണ്ടത്. പക്ഷെ അയക്കപ്പെടുന്ന പടങ്ങൾ ഇസ് നോട്ട്. പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് വർത്ത് ടു ബി സെന്റ്. ഡെഫിനറ്റ്ലി അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് വർത്ത് ടു ബി സെന്റ്. Well, that's Shyam Prasad on Star Jam. Thank you very much. Tan കണക്കിന് Fun. 10 questions, just say true or false. Okay. 10 കണക്കിന് Fun. So 10 questions for Shyam Prasad. Here we go, sir. സിനിമയ്ക്ക് ഒരു കാലത്ത് മന്ത്രി ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. സിനിമയ്ക്ക് ഒരു മന്ത്രി ആവശ്യമുണ്ട്. ട്രൂ ഓർ ഫാൾസ്? സിനിമയുടെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ നോക്കാൻ സ്പെഷ്യലൈസ്ഡ് ഒരാള് നല്ലത് തന്നെയാണ്, തെറ്റൊന്നുമില്ല. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇഷ്യൂസ്, കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഡിഫറെന്റ് അസോസിയേഷൻസ് ആൻഡ് സോ ഓൺ. അപ്പോൾ അതുകൊണ്ടൊക്കെ പലപ്പോഴും നമ്മുടെ റിലീസ് തടസ്സപ്പെടുന്നു, തിയേറ്ററുകൾ അടച്ചിടപ്പെടുന്നു. ഇതൊക്കെ സോൾവ് ചെയ്യാൻ ആർബിട്രേറ്റർ എന്ന പോലൊരു മന്ത്രിയൊക്കെ ഉണ്ടാവും, നല്ലതാണ്. ടിവിക്കും ഒരു മന്ത്രി ആവശ്യമുണ്ട്. തീർച്ചയായും. എനിക്ക് തോന്നുന്നത് TV ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടി ക്രിട്ടിക്കൽ കെയർ ആവശ്യമുള്ളൊരു ഏരിയയാണ്. സമൂഹത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്റർടൈൻമെന്റ്. ലെറ്റ്സ് ഫേസ് ഇറ്റ്. മോർ ദാൻ എനി അതർ സെക്ടർ. ഇപ്പോൾ ഇവിടെ സ്പോർട്സിന് ഒരു മന്ത്രി ഉണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ സമൂഹത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നാളത്തെ സമൂഹത്തിന്റെ ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. സമൂഹത്തിന്റെ ഇന്നത്തെ ക്രമസമാധാന നിലയും ഇന്നത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷനെയും തീവ്രമായി ബാധിക്കുന്നതാണ് സിനിമയും ടെലിവിഷനും. ടെലിവിഷൻ ഒരു അൺവാച്ചബിൾ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. Come on, sir. You being the anchor of a... I'm one of the creative consultant for that. That is true. പക്ഷേ എനിക്ക് പോലും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് സച്ച് എ വളരെ ക്രാസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസിന്റെ ഫൈറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർ ടാം റേറ്റിംഗ് എന്നുള്ള റേറ്റിംഗിന് വേണ്ടിയിട്ട്. സോ അതിനുവേണ്ടി എന്തും ചെയ്യാന്നുള്ളൊരു തലത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു എല്ലാ ചാനലുകളും. അപ്പൊ ചെയ്യാൻ പാടാത്ത ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട്. തീർച്ചയായും സംഭവിക്കുന്നുണ്ട്. സൊസൈറ്റിയുടെ ഒരു ഹാർമോണിയസ് ലിവിങ്ങിന് പറ്റാത്തത് പലതുണ്ട്. ബാഡ് വാല്യൂസ്, ബാഡ് സെൻസിബിലിറ്റി സൊസൈറ്റിയിൽ പടർത്താൻ ടെലിവിഷൻ വളരെയധികം ചെയ്തിട്ടുണ്ട്. സോ യു നീഡ് പീപ്പിൾ ഫോക്കസ്ഡ് ഇൻ ദ ഹെൽത്തി പ്രൊപ്പഗേഷൻ ഓഫ് ഇറ്റ്. സോ കോൾഡ് ന്യൂ ജനറേഷൻ സിനിമകൾ വേണ്ട. ട്രൂ ഓർ ഫാൾസ്? അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ അതിനെക്കുറിച്ച് സിനിക്കൊന്നുമല്ല. സോ കോൾഡ് ന്യൂ ജനറേഷൻ സിനിമ വെറും ഒരു കോസ്മെറ്റിക് ആയിട്ടുള്ള ഫാഷനബിൾ ആയിട്ടുള്ള സിനിമ മാത്രമായി തീരുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച്, ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ടു സെർച്ച് ഫോർ ദ ട്രൂത്ത് ഇൻ ലൈഫ് ആൻഡ് പ്രസന്റ് ഇറ്റ് വിത്തൗട്ട് ദ കൺവെൻഷൻസ് ഓഫ് ദ പ്രീവിയസ് ജനറേഷൻ സിനിമ, ദെൻ തീർച്ചയായും നല്ലത് തന്നെയാണ്. ഡബിൾ മീനിങ് ഉള്ള ഫിലിംസിനോട് എനിക്ക് താല്പര്യമില്ല. ഡബിൾ മീനിങ് പറയുന്ന സ്വഭാവമുള്ള ഒരു കഥാപാത്രം എന്റെ സിനിമയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അതൊരു ഫിലിം മേക്കറുടെ വോയിസ് ആയിട്ട് ഡബിൾ മീനിങ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ച് തരംതാണ പരിപാടിയാണ്. അച്ഛൻ പറയുന്നു മകനെ മന്ത്രിയാക്കണം. ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. അതെ, വളരെയധികം ചിരിയും വരാറുണ്ട്, സങ്കടവും വരാറുണ്ട്. Thank you so much. That's Shyam Prasad, the very own director, with us on Star Jam. Done. കണക്കിന് ഫൺ. Star Jam with RJ Sean. We are closing the show. And with director Shyam Prasad. And thank you so much, sir. Thank you. Tell me, how was Star Jam? Star Jam is as energetic as it was ever. എനിക്ക് തോന്നുന്നു it is a nice blend of thought-provoking talk as well as some fun. Sir, a friend ആണ് VK Prakash. Yeah. Your very close friend. Oh yes. VK Prakash genre of cinema, Shyam Prasad genre is completely two different genres. പക്ഷെ VKP സിനിമകൾക്ക് ബീപ്പ് എന്നുള്ള സംസ്കാരത്തിന് ഉടലെടുത്തത് എന്ന് ആസ് എ ഫ്രണ്ട് എന്താ പറയാനുള്ളത്? He is a very enthusiastic filmmaker. So he wants to make films every day. ചിലപ്പോഴൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ വാസ്തവത്തിൽ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടിയും ഒക്കെ എടുക്കേണ്ടത്, ഇതിനാവശ്യമുള്ള ഒരു സ്പേസ് ആൻഡ് ടൈം എടുത്തിരുന്നെങ്കിൽ നന്നായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹീസ് ഫിലിം മേക്കിംഗ് എന്നുള്ള ഒരു എന്റർടൈൻമെന്റ് ആക്ടിവിറ്റി ആയിട്ട് മാത്രം കാണുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചോളം ഫിലിം മേക്കിംഗ് ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് മൈ മൈൻഡ് ആൻഡ് മൈ ഐഡിയാസ്. ആ വ്യത്യാസം ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, വളരെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ചില ആൾക്കാരെങ്കിലും സുഹൃത്തിന്റെ സിനിമകളെ വിമർശിക്കുന്നത് കാണുമ്പോ എപ്പോഴെങ്കിലും അതിൽ കഴമ്പുണ്ടെന്നോ കഴമ്പില്ലാന്നോ തോന്നിയിട്ടുണ്ടോ? സുഹൃത്തായതുകൊണ്ട് സത്യം അല്ലാതാവുന്നില്ലല്ലോ.
I'm completely in appreciation with his energy, with his enthusiasm, with his love for the medium of cinema. പലപ്പോഴും അത് ഇൻഫെക്ഷ്യസ് ആണ്. സോ ദാറ്റ് ബീങ് ദെയർ, പക്ഷേ അവൻ്റെ സിനിമകളിൽ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ. അങ്ങയുടെ വായനയാണ്, അങ്ങയുടെ അനുഭവമാണ് അങ്ങേ മുന്നോട്ട് കൊണ്ടുവന്നെങ്കിൽ ആ കോട്ടാണ് അങ്ങേ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. വിച്ച് കോട്ട്? ലോറി ബേക്കർ എന്നുള്ളത് എനിക്ക് AR റഹ്മാനെ പോലെ ഞാൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. അനദർ സ്റ്റാർ. ലോറി ബേക്കർ ഈസ് എ ഗ്രേറ്റസ്റ്റ് ആർക്കിടെക്ട് who is a British architect who was living in Trivandrum. Architecture is another passion of mine along with music, by the way. So അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഡോക്യുമെന്ററി ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ് എനിക്ക് പിന്നീട് ജീവിതത്തിൽ ഏറ്റവും ഒരു ദീർഘദർശിയായിട്ടുള്ളൊരു വാചകമായി തീർന്നത്. അദ്ദേഹം കോട്ട് ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. എന്താണ് ഇതിന്റെ ബ്യൂട്ടിയുടെ പ്രിൻസിപ്പിൾ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്, ട്രൂത്ത് ഈസ് ബ്യൂട്ടി, ബ്യൂട്ടി ഈസ് ട്രൂത്ത്. രണ്ടും വ്യത്യാസമില്ല വാസ്തവത്തിൽ. അബ്സല്യൂട്ടായിട്ടൊരു ട്രൂത്ത്ഫുൾ ആയിട്ടൊരു മൊമെന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ദർ ഇസ് നത്തിങ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ദാറ്റ്. ആ ഒരു മൊമെന്റ് ഓഫ് നമ്മൾ റിയലിസം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ട്രൂത്ത് പറയുന്നത്. ട്രൂത്ത് എന്നുള്ള ജീവിതത്തിലെ യഥാർത്ഥ ഒരു സത്യം, ശരിക്കും ഇതാണ് മനുഷ്യൻ നമുക്ക് പറയുന്ന മൊമെന്റ് കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ പലപ്പോഴും കണ്ടു നിറയുന്നത്. സോ ആ ഒരു കമ്മിറ്റ്മെന്റ് ഓഫ് ട്രൂത്ത് തന്നെയാണ് എന്നെ നയിക്കുന്നത് കലയിൽ. ട്രൂത്ത് ഇസ് ബ്യൂട്ടി, ബ്യൂട്ടി ഇസ് ട്രൂത്ത്. ഫ്രം ദ ഹോഴ്സസ് മൗത്ത്. ട്രൂത്ത് ഇസ് ബ്യൂട്ടി ആൻഡ് ബ്യൂട്ടി ഇസ് ട്രൂത്ത്. ഇത് സ്റ്റാർ ജാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ടൺ കണക്കിന് ഫൺ. ടൺ കണക്കിന് ഫൺ.